പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്ത. ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ സംസ്കാരം ഇന്നാണ്. കുടുംബ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. ആദിത്യന് സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകനിൽ നിന്നും നിരന്തരം മാനസിക പീഡനമുണ്ടായി എന്ന് കുടുംബം പറയുന്നുണ്ട്. സനീറ്റ വിവരങ്ങളുമായി ചേരുന്നു. സനീറ്റ, വിവരങ്ങൾ. സേതു, അരുവിക്കര കാച്ചാണി കളത്തുകാലിലുള്ള ആദിത്യന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ആദിത്യന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ബംഗളൂരുവിൽ താൻ പഠിച്ചിരുന്ന കോളേജിൽ അല്ലെങ്കിൽ ഈ കോളേജിൽ വെച്ച് രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യൻ ആത്മഹത്യ ചെയ്യുകയാണോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്നാലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആദിത്യന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കുടുംബം വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ മരണ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഇത്തരത്തിൽ ഒരു സ്ത്രീ ആദിത്യന്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ആദിത്യന് സുഖമില്ല എന്ന് തുടർന്ന് വിവരം അറിയിച്ച് വിളിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു വ്യക്തി ഇദ്ദേഹം വിളിക്കുന്നുണ്ട്. ആദിത്യൻ ഇവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തി വിളിക്കുന്നുണ്ട്. ശരി സെന്റർ, ശരി. ടെലിഫോണിൽ എന്തോ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ കഴിയുന്നില്ല. വളരെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്.